ചെറുപ്പത്തില് മലയാള സിനിമ കാണുന്നതാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് മണിച്ചിത്രത്താഴ്. ഓബിയസ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓബിയസ്ലി. അതുകൊണ്ട് ഈ മലയാളത്തിലെ ഈ കൾച്ചർ, ഈ ട്രഡീഷണൽ കൾച്ചർ വെച്ചിട്ടുള്ള ഒരു സിനിമ എനിക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹാഫ് സാരി അങ്ങനത്തെ കൾച്ചർ അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സോ ഇങ്ങനത്തെ കണ്ടപ്പം പിന്നെ ഓഫ് കോഴ്സ് ആൻഡ് ഹോളിവുഡിലത്തെ ഒക്കെ മൂവിയൊക്കെ ഞാൻ ഹൊറർ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ചെവിയൊക്കെ അടച്ചു പിടിക്കുന്നതേ ഉള്ളൂ, അത് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചെവി അടച്ചു പിടിച്ച് ഹൊറർ മൂവി കണ്ട എഫക്റ്റ് ഇല്ല കേട്ടോ. അല്ല, കാണാലോ. ഹൊറർ മൂവി കണ്ടിട്ട് ഒരു കാര്യമില്ല. എനിക്ക് കണ്ടാൽ മതി എന്നോ സംഭവിക്കുന്നത്. എന്താ ഇപ്പൊ ഏറെക്കുറെ യു ഫ്രം കോട്ടയം? ഐ എം ഫ്രം കണ്ണൂർ. കണ്ണൂർ. പക്ഷെ ഈ ഒരു കോട്ടയം സ്ലാങ് ഉണ്ടല്ലോ എവിടെയൊക്കെയോ. സോഷ്യൽ മീഡിയ എന്നൊക്കെ ചില വാക്കുകളും അങ്ങനത്തെ സ്ലാങ്ങും പഠിക്കുന്നതുകൊണ്ട് എൻ്റെത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ വളർന്നല്ലാത്തതുകൊണ്ട് ലൈക്ക് ഐ ഓൺലി നോ വാട്ട് വി സ്പീക്ക് അറ്റ് ഹോം, ലൈക്ക് ചോറുണ്ടോ ചായ വേണോ അങ്ങനത്തേതൊക്കെ. സോ ലൈക്ക് പഠിക്കുന്ന വാക്കുകളും സ്ലാങ്ങും ഒക്കെ ഐ ഡോണ്ട് നോ വെയർ ഇറ്റ് കംസ് ഫ്രം. സോഷ്യൽ മീഡിയയിലോ റെഡിറ്റിലോ അതൊക്കെ കാണുമ്പോൾ പിന്നെ അത് ഉപയോഗിക്കും. അത് രണ്ട് എക്സ്ട്രീംസ് ആണ് അല്ലെ. ഒന്നില്ലെങ്കിൽ പക്ക നല്ല മലയാളം, അതൊരു കോട്ടയം സ്റ്റൈൽ മലയാളം, പിന്നെ ഒന്ന് കറക്റ്റ് ആക്സെന്റിൽ ഇംഗ്ലീഷ്. ഇത് രണ്ടേ ഉള്ളൂ. ഇതിന്റെ മിഡിൽ ഒരു പരിപാടി ഇല്ല. കണ്ണൂരില്ല. ഇല്ല, കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലമില്ല. വി വോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഫ്രം കണ്ണൂർ. സത്യം, ഒരു കോട്ടയം ഫീൽ ഉണ്ട് സ്ലാങ്ങിന്. സർ, മൂന്നാമത്തെ സിനിമയല്ലേ ഇത്? ഇത് എന്റെ നാലാമത്തെ സിനിമയാണോ? ഓക്കെ. നാലാമത്തെ സിനിമ. ഈ ഹൊറർ സിനിമ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇത് വൻ ചളിയായി മാറുമല്ലോ. അതിനൊരു കോൺഫിഡൻസ് വേണമല്ലോ. അപ്പൊ ആ സ്ക്രിപ്റ്റിലുള്ള കോൺഫിഡൻസ് ആണ് ഓഫ് കോഴ്സ്. എന്താണ് അത് ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം? അല്ല, ഇതെന്നാ വെച്ചാൽ ഇതിന്റെ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതൊരു ടീം സ്പിരിറ്റ് ആണല്ലോ. കാരണം എന്താ വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറെ മൊത്തം കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ കാണുന്നില്ല. എല്ലാവരും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പല സ്റ്റേജിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ സാധൂകരിച്ച് വന്നപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല താല്പര്യമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സക്സസ് ആണ്. പണ്ട് പ്രേം നസീർ സാർ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രയത്നം ഞങ്ങൾ ചെയ്തു, ഭാഗ്യം ദൈവാധീനം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് തിയേറ്ററിൽ സക്സസ് ആവും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിലേക്ക് പോകാനുള്ള കാര്യം നമ്മൾ ഈ ആയുർരേഖ എന്ന് പറഞ്ഞ പടമാണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തത്. അത് ടോട്ടലി ഡിഫറെൻറ്റ് ഒരു ഡിറ്റക്റ്റീവ് മൂഡിലുള്ള സാധനമായിരുന്നു. അതിനു മുമ്പ് 2 പടം ചെയ്തായിരുന്നു, സന്മനസ്സുള്ളവൻ, അപ്പുകുട്ടൻ, മാണിക്യക്കൂടാരം. അപ്പോൾ ഇത് ഒരു വേറെ ഒരു സംഭവമാണ്. എൻ്റെ ഒരു നെക്സ്റ്റ് പടം ഉടനെ വരുന്നുണ്ട്. അത് ഓൾറെഡി ഫാമിലി മൂഡിലുള്ള ഒരു സാധനമായിരിക്കും. സാർ പ്രേം നസീർ എന്ന് പറഞ്ഞപ്പോൾ സാറിന് എവിടെയോ പ്രേം നസീർ സാറിന്റെ ഒരു കട്ടുള്ള പോലെ ആണോ? അത് കോസ്റ്റ്യൂംസ്. ചിലര് പറയുന്നത് എനിക്ക് ശ്രീകണ്ഠൻ സാറിന്റെ കട്ടാന്ന് പറയുന്നത്. അതുണ്ട് സാറിന് പല പല കട്ടുകളുണ്ട്. അതെ അതെ, എല്ലാം കട്ട് ചെയ്ത് കളയാതിരുന്നാ മതി. ഇല്ല, കട്ട് ചെയ്ത്